ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ അല്ലേ? ഞാൻ ഇന്ന് ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാം. അത് ഉണ്ടാക്കാൻ കാരണം എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു റെസിപ്പി, ഈ ഉണക്ക ചെമ്മീൻ ചമ്മന്തി. അപ്പം ഞാൻ വെച്ചു അതൊരു വീഡിയോ ചെയ്യാം. അപ്പം അതെല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്കൊക്കെ അറിയാവുന്നവർക്ക് അറിയാവുന്ന രീതിയിൽ എനിക്ക് കമൻറ്റ് ബോക്സിലൊക്കെ എഴുതിയിട്ട് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ഈ ഒരു രീതിയാണ്, നിങ്ങൾ ചിലപ്പോൾ വേറെ രീതിയായിരിക്കും. ഈസി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. കാരണം നമുക്ക് നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ തന്നെയല്ലേ നമുക്ക് ഇഷ്ടമല്ലേ. നമ്മളൊക്കെ ഇവിടെ ഈ പ്രവാസ ലോകത്തായാലും നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള നാടൻ വിഭവങ്ങൾ എപ്പോഴും നമ്മൾ മിസ് ചെയ്യും. നമ്മൾ ഇവിടുന്ന് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നല്ലാണ്ട് ഇപ്പം നാട്ടിലുണ്ടാക്കുന്ന ആ ഒരു രുചി, ഇപ്പോൾ അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന രുചി, അതൊരു വേറെ തന്നെയാണ്. അമ്മിയിലൊക്കെ അരച്ച് ആ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി, അതൊക്കെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അതൊക്കെ പറയുമ്പം തന്നെ നമുക്ക് നാവിലിങ്ങനെ വെള്ളം ഊറും. അപ്പോൾ ഒരുപാട് ചമ്മന്തി ഉണ്ടാക്കുമല്ലോ നമ്മുടെ നാട്ടിലെ. ആ ചമ്മന്തിയൊക്കെ അമ്മിയിലൊക്കെ അരച്ചുണ്ടാക്കുക എന്ന് പറയുന്നത് അതൊരു ടേസ്റ്റ്, അതിൻ്റെ ലെവൽ വേറെയാണ് അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം. അപ്പം അത് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന്. അപ്പം നമുക്ക് പോവാം. ശരി, ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങും. ഞാൻ എല്ലാവരും നോക്കിക്കോ. അപ്പം ശരി, എന്നാൽ പിന്നെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങട്ടെ. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് ഉണക്കച്ചെമ്മീൻ, തേങ്ങ, പിന്നെ മാങ്ങ, പിന്നെ ഉള്ളി ഉണ്ട്, നമ്മുടെ സവാള, പിന്നെ ഉണക്കമുളക്, പിന്നെ കറിവേപ്പില, പിന്നെ ഉപ്പ്, പിന്നെന്താ ഉപ്പ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത്. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, എല്ലാം കുറച്ച് സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. ഇത് വെച്ച് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് എന്താ പറയുക, ഇത് മാങ്ങ വെച്ച് ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇപ്പം ഈ സാധനങ്ങൾ എന്ന് വെച്ചാൽ ഇനിയിപ്പം ഈ ചെമ്മീനിനെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് എന്നിട്ട് ഞാനിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. ആദ്യം ഞാൻ ഇതിനൊന്ന് റോസ്റ്റ് ചെയ്ത്, അതിന് വേണ്ടി ഞാനിത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു പാൻ അടുപ്പിച്ച് വെക്കുന്നുണ്ട്. ചെമ്മീനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓണാക്കി ചെമ്മീൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്ത് ചെമ്മീൻ റോസ്റ്റ് ചെയ്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കും. ഇനി അടുത്ത സ്റ്റേജ് ചെമ്മീനെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ചെമ്മീൻ റോസ്റ്റ് ചെയ്തു. ഇനിയിപ്പം ചെമ്മീനെ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. ശരി, അങ്ങനെ നമ്മൾ ചെമ്മീനെ നന്നായിട്ട് റോസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കണം. കാരണം അതിൻ്റെ ആ തലഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കളഞ്ഞ് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പം കഴുകിയെടുക്കാം. അങ്ങനെ ഞാൻ ചെമ്മീനെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണിക്കാം. അങ്ങനെ ചെമ്മീനെ നന്നായിട്ട് ഞാൻ കഴുകിയിട്ടുണ്ട്. ചെമ്മീനെ നന്നായിട്ട് കഴുകണം. എന്താ വെച്ചാൽ ചെമ്മീനിൽ ഈ പൂഴിയൊക്കെ ഉണ്ട്. എനിക്ക് അതൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. നമ്മൾ ചെമ്മീനൊക്കെ ഉണക്കിയെടുത്തിട്ടൊക്കെ കൊണ്ടുവരുന്നതല്ലേ. അപ്പം നന്നായിട്ട് കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. എന്നിട്ട് അതിൻ്റെ ശേഷം നന്നായിട്ട് കഴുകി, കുറേ വെള്ളത്തിൽ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. കഴുകുന്നതൊന്നും ഞാൻ കാണിച്ചില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാത്ത കാര്യമല്ലേ. അതുകൊണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. കഴുകുന്നതൊന്നും ഇതാ, ചെമ്മീനെ ഞാൻ കഴുകിയെടുത്തു. അത് ഞാനിങ്ങനെ പാനിലൊന്ന് വെച്ച് ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി.
ഇങ്ങനെ ഒന്ന് കളറ് കണ്ടോ, ഇങ്ങനെ വരും. അപ്പം നമുക്ക് മതിയാക്കാം, എടുക്കാം. ഇങ്ങനെ ആയാൽ മതി. അപ്പം അത് ചൂടായി. പിന്നെ ഇപ്പം അടുത്തത് ഈ മാങ്ങേനെ കട്ട് ചെയ്യണം, ഉള്ളി കട്ട് ചെയ്യണം. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മാങ്ങ ഞാനൊരു മാങ്ങേൻ്റെ പകുതി ഭാഗം എടുത്തു കേട്ടോ. പുളിക്കനുസരിച്ച് നമുക്ക് എടുക്കാം മാങ്ങ. അത് നല്ല പുളിയുള്ള മാങ്ങയാണ്. ഇത് നല്ല പുളിയുണ്ട്, ഭയങ്കര പുളി. ഇവിടെ നമുക്ക് സാധാരണ വാങ്ങുമ്പം പുളിയുള്ള മാങ്ങ കിട്ടാറില്ല, പക്ഷെ ഇതെന്തോ നല്ല പുളിയുണ്ട്. അപ്പം ഞാനെല്ലാം ഇവിടെ മാങ്ങ ഒരു മാങ്ങയുടെ ഒരു ഭാഗം, ഒരു പകുതി, കുഞ്ഞു മാങ്ങയാണ് അതുകൊണ്ട് ഇത്രയാണ് പകുതി, കാരണം നല്ല പുളിയുള്ളതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തുള്ളൂ. പിന്നെ 3 മുളക്, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഈ 3 മുളക് ഞാൻ എടുത്തു. പിന്നെ ഉണക്കച്ചെമ്മീന് കഴുകി വൃത്തിയാക്കി, പിന്നെ കറിവേപ്പില, പിന്നെ ഇത് ഉള്ളി ശരിക്കും പറഞ്ഞാൽ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ വിട്ടേക്കാം കേട്ടോ. ഞാനൊരു കുഞ്ഞു ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമേ ചേർക്കുള്ളൂ. ഉള്ളി ഇല്ലാതെ നിങ്ങൾക്ക് വെറും ഉണക്കച്ചെമ്മീന് കറിവേപ്പില, മുളക്, മാങ്ങ, ഉപ്പ് വെച്ച് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ചില ആൾക്ക് ഉള്ളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് ചേർക്കണം എന്നില്ല, കാരണം ഇതിന് നിർബന്ധമില്ല. അപ്പം തേങ്ങ ഇത് ഒരു തേങ്ങയാണ് കേട്ടോ. നമ്മൾ ഇടുന്ന തേങ്ങ വാങ്ങിക്കുന്നതല്ലേ. അപ്പോൾ ഒരു തേങ്ങയാണിത്, ചെറിയ തേങ്ങ ഇവിടുന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു തേങ്ങ വേണ്ട, ഇതിൻ്റെ ഒരു പകുതി, ശരിക്കും ഒരു അരമുറി തേങ്ങ, അരമുറിയും വേണമെന്നില്ല, ഒരു അരമുറി തേങ്ങയുടെ അരഭാഗം എടുക്കാം. ഞാനിപ്പം എടുക്കുന്നത് എത്രയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇത്രയും തേങ്ങയാണ് എടുത്തത്. കേട്ടോ. ഇതിപ്പം അരമുറി തേങ്ങ മുഴുവനായി ഇല്ല, അരമുറിയുടെ പകുതി ഭാഗം വരുന്നുള്ളൂ. അപ്പം അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര തേങ്ങ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാങ്ങ ചേർക്കാം, മുളക് ചേർക്കാം, ചെമ്മീൻ ചേർക്കാം. ചെമ്മീൻ കൂടുതൽ ചേർക്കുന്നിടത്തോളം ടേസ്റ്റ് കൂടും. ചെമ്മീനൊക്കെ കൂടുതൽ ചേർക്കാം കേട്ടോ. കറിവേപ്പില. ഇനിയിപ്പം ഞാനിതാ എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ഇടാൻ പോകും കേട്ടോ. ആദ്യം ഞാൻ അരച്ചെടുക്കാൻ പോകുന്നത് ഈ ഉണക്കച്ചെമ്മീൻ, കറിവേപ്പില, മാങ്ങ, മുളക്, ഉപ്പും കൂടി ചേർത്ത് ഞാൻ ആദ്യം അരച്ചെടുക്കും. അതിനുശേഷം മാത്രം തേങ്ങ ഇടും. ഞാൻ അരക്കട്ടെ. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇടാം, അല്ലെങ്കിൽ തേങ്ങയുടെ കൂടെ ഇടാം. ഞാൻ തേങ്ങയുടെ കൂടെ ഇടാമെന്ന് വിചാരിക്കുന്നത്, ഇപ്പോൾ ഇടുന്നില്ല. ഇത് ഞാനൊന്ന് അരക്കട്ടെ. മിക്സിയിലിട്ടു, ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ തേങ്ങയുടെ കൂടെ ഒരു ഇത്തിരി മുളക് പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കും. കണ്ടോ? പക്ഷെ ഇതൊക്കെ ഓപ്ഷനിലാണ്. മുളക് പൊടി അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ചേർക്കണ്ട. ഞാൻ എപ്പോഴും അങ്ങനെ ചേർക്കാറുണ്ട്, വറ്റൽ മുളകിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഇത്തിരി. അപ്പം ഇനിയിപ്പം ഇത് ഞാൻ ഓൾറെഡി മാങ്ങ എല്ലാം അരച്ചെടുത്തു. ഇനി അതിൻ്റെ അകത്തോട്ട് ഈ തേങ്ങ ഇടാൻ പോകും കേട്ടോ. അരച്ച് മാങ്ങയും പിന്നെ മാങ്ങ, ചെമ്മീൻ, കറിവേപ്പില, വറ്റൽമുളക് എല്ലാം കൂടി ഇങ്ങനെ അരച്ചെടുത്തു. കാരണം ഇതിൻ്റെ കൂടെ ഇട്ട് തേങ്ങ അരക്കാത്ത എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇത് അരഞ്ഞു വരില്ല ശരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞതിന് ശേഷമാണ് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഈ തേങ്ങ ഇതിനകത്തോട്ട് ഇടാം. ഈ തേങ്ങ ഇടുന്നതിന് മുന്നേ തേങ്ങയിലോട്ട് കുറച്ച് ഉപ്പും കൂടി മിക്സ് ചെയ്യാം. ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഉപ്പ് പാകത്തിന് നിങ്ങൾക്കറിയാലോ ഉപ്പിൻ്റെ കണക്ക്. അപ്പോൾ അത് മിക്സ് ചെയ്യട്ടെ. ഇതിൻ്റെ അകത്ത് തേങ്ങ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു സ്പൂണ് വെച്ച് ഒന്നെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് അരച്ചെടുക്കാം. അങ്ങനെ ഞാനിതാ അരച്ചെടുത്തു. അരക്കാന്ന് വെച്ചാൽ നിങ്ങൾ തേങ്ങ ഇട്ടിട്ട് ഒറ്റ കറക്കം മാത്രമേ പാടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരച്ചെന്ന് വെച്ചാൽ നിങ്ങൾ തേങ്ങ ഇട്ടതിന് ശേഷം ഒരുപാട് അങ്ങ് അരയ്ക്കരുത്, ജസ്റ്റ് ഒരു കറക്കം അത്രേ പാടുള്ളൂ. ആ ഒരു കറക്കത്തിൽ തന്നെ ചമ്മന്തി റെഡിയാകും. കൂടുതൽ അരഞ്ഞു പോകരുത്, അരഞ്ഞു പോയാൽ ചമ്മന്തി ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടു നോക്ക്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നില്ല. എല്ലാം പാകത്തിനുണ്ട്. ഞാൻ നോക്കി ടേസ്റ്റ് നോക്കി, ഉപ്പും മുളകും ഒക്കെ എരിവൊക്കെ പാകത്തിനുണ്ട്.
ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. ഞാനിത് കഴിച്ചും കൂടി കാണിച്ചു തരാം. നോക്ക് എങ്ങനെയുണ്ട്. കുത്തരിച്ചോറ്, നല്ല ഉണക്കച്ചെമ്മീൻ ചമ്മന്തി. ഇതെങ്ങനെ കഴിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ചമ്മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. നല്ല രുചി. ആ മാങ്ങയുടെ പുളി, എരിവെല്ലാം പാകത്തിനുണ്ട്, ഉപ്പ് പാകത്തിനുണ്ട്, ആ കറിവേപ്പിലയുടെ ആ ഒരു രുചി എല്ലാം പാകത്തിന് വന്നിട്ടുണ്ട്. ചോറിൽ ഇങ്ങനെ ഇട്ടത് കുഴച്ച് ഇങ്ങനെ എടുത്ത് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റ്. അപ്പം ഒരു രക്ഷയില്ല. ഉണക്കച്ചെമ്മീൻ ചമ്മന്തി കണ്ടപ്പോൾ തന്നെ നല്ല വിശപ്പ്. അപ്പോൾ ഞാൻ കഴിക്കുക, മുഴുവൻ കഴിക്കണം. ടേസ്റ്റ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. കാരണം ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. ഞാൻ പറയുന്ന പോലെ അല്ലല്ലോ, പക്ഷെ അത്ര രുചിയാണ്. എന്തായാലും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യണം, അഭിപ്രായം പറയണം. കാരണം ഉണക്കച്ചെമ്മീൻ ഇഷ്ടമുള്ളവരൊക്കെ ഒത്തിരി ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ ഈ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കി നോക്കി കഴിച്ച് അഭിപ്രായം പറയണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് മുഴുവനും കഴിച്ചു തീർക്കട്ടെ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.